നമുക്ക് ഒരാളുടെ സംസാരവും ബോഡി ലാംഗ്വേജസും ഇഷ്ടപ്പെടുന്നു, അത് നമുക്കും പറ്റും എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ വരുന്നു. അവരെ യു ക്യാൻ വെരി വെൽ റിമെമ്പർ വാട്ട് യു സെഡ് ടു സമ്മൺ. അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്റേതായ കുറച്ച് എത്തിക്സ് ഉണ്ട്. അത് നല്ല രീതിയിൽ പറയാതെ മറ്റുള്ളവരോട് പറയാൻ പറ്റുന്ന കാര്യമാണ് ബീങ് എ വെരി ഗുഡ് പേഴ്സൺ, അല്ലെങ്കിൽ ബീങ് എ ലൈക്കബിൾ പേഴ്സൺ എന്ന് പറയുക. നമ്മൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം നമ്മളെ ശ്രദ്ധിക്കുന്നവരുടെ കാര്യങ്ങൾ കേൾക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവണം എല്ലാവർക്കും ഒന്നുമില്ല. ചിലർ നല്ല ലിസണേഴ്സ് ആയിരിക്കും, ചിലർ നന്നായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. എന്ന ആൾക്കാർ ജനറലി നമ്മളെ പറ്റിയുള്ള ഒരു ധാരണയിലേക്ക് എത്തും. സോ whatever you say, try to remember it. Hi guys, welcome to my YouTube channel. So recently ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു about how to have a lot of confidence when you speak in public. അപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അതിന്റെ പാർട്ട് 2 ആണ്. ആൻഡ് ദിസ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു പബ്ലിക് സ്പീക്കിംഗ്. അതിനെക്കാട്ടും കൂടുതൽ നമ്മളുടെ സംസാരത്തിലൂടെ ഹൗ ക്യാൻ യു ബി എ ലൈക്കബിൾ പേഴ്സൺ, മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നുന്ന, മറ്റുള്ളവരിൽ നിന്ന് ഇഷ്ടം പിടിച്ചു പറ്റാൻ വിധത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി എങ്ങനെ സംസാരത്തിലൂടെ ക്രിയേറ്റ് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരാളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടോ, എന്താ അടിപൊളിയായിട്ട് അവർ സംസാരിക്കുന്നത്, എന്താ അടിപൊളിയായിട്ട് അവർ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചിലപ്പോൾ അവർ ഒറേറ്റേഴ്സ് ആയിരിക്കും, അവർ നല്ല പ്രാസംഗികരായിരിക്കും, അല്ലെങ്കിൽ കാഷ്വലി സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും അവരുടെ വേ ഓഫ് ടോക്കിംഗ്. ഇതിനെയാണ് നമ്മൾ ലൈക്കബിലിറ്റി എന്ന് പറയുക. അതായത് നമുക്ക് ഒരാളുടെ സംസാരവും ബോഡി ലാംഗ്വേജസും ഇഷ്ടപ്പെടുന്നു, അത് നമുക്കും പറ്റും എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ വരുന്നു. അവരെ പോലെ ആവാൻ നമ്മൾ ശ്രമിക്കുന്നു, നമ്മൾ ഇൻസ്പയർഡ് ആവുന്നു ബേസിക്കലി. സോ ഒരാളുടെ ഇഷ്ടം പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് 2 രീതിയിൽ നമുക്ക് സാധിക്കും. ഒന്ന്, നമ്മൾ സ്വയം ആ ഒരു കഴിവ് വളർത്തിയെടുത്തു, നന്നായി സംസാരിക്കാൻ പഠിച്ചു, വോയിസ് മോഡുലേഷനെ പറ്റി പഠിച്ചു, സൗണ്ട് എവിടെ ചേഞ്ച് ചെയ്യണം, ടോൺ എവിടെ ചേഞ്ച് ചെയ്യണം, എവിടെ സ്ട്രെസ് ചെയ്യണം എന്നൊക്കെ പഠിച്ച് നമ്മൾ ജനറലി വികസിപ്പിച്ചെടുത്ത ഒരു കഴിവാകാം. സെക്കൻഡ്ലി, ജനറ്റിക്കലി നമുക്ക് ആ കഴിവുണ്ടാവും. നമ്മുടെ പേരൻസ് നന്നായിട്ട് വർത്താനം പറയണവരായിരിക്കും, നന്നായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരായിരിക്കും. അപ്പം നമുക്കും ആ ഒരു കഴിവ് ബൈ ബർത്ത് കിട്ടി. സോ either ways it's a very good quality. കാരണം ലൈക്കബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ഏതൊരു സിറ്റുവേഷനിൽ ചെന്നാലും എല്ലാവരും ഹാപ്പി ആക്കി വെക്കുമെന്ന് മാത്രമല്ല, അവരുടെ റെപ്യൂട്ടേഷനും അവരുടെ ഒരു എന്താ പറയുക ഫ്രണ്ട്സ് ഗ്രൂപ്പിനൊക്കെ ഹാപ്പി ആയിട്ട് വെക്കാൻ അവർക്ക് കഴിയും. സോ ഇതിന് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെ പോയി ഒരാളോട് സംസാരിക്കാൻ തുടങ്ങുക എന്ന് വിചാരിക്കുക, ഏതെങ്കിലും പുതിയതായിട്ടൊരു സ്ഥലത്ത് പോയി എന്ന് വിചാരിക്കും. നമ്മൾ ഒരിക്കലും വളരെ ബോസി ആയിട്ട് നമ്മളെ തന്നെ പോർട്രേ ചെയ്യരുത്. അതായത് നമ്മൾ സ്റ്റേൺ ആയി നിൽക്കണം, നമ്മുടെ ഡ്രസ്സിങ് നല്ലതായിരിക്കണം, വി ഷുഡ് സ്മെൽ ഗുഡ്, നമ്മളെ കാണാനും നല്ല ഹെയർ ഒക്കെ നന്നായി ബ്രഷ് ചെയ്ത് നല്ല രീതിയിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട്, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അങ്ങനെ വെൽ ഡ്രസ്ഡ് ആൻഡ് വെൽ മാനേർഡ് ആയിട്ട് സ്റ്റേൺ ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കാം ആയിട്ട് സംസാരിക്കാൻ നോക്കണം. കാം ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശാന്തതയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ടു ദ പോയിന്റ് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റണം. സോ ജന്മന അതിന് കഴിവില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഒരാളെ കാണാൻ പോകുമ്പോൾ വാട്ട് ടു സ്പീക്ക് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഓൾറെഡി ചിന്തിച്ചു വെക്കാം. എന്ത് സംസാരിക്കണം, ഏതൊക്കെ വാക്കുകൾ യൂസ് ചെയ്യണം, എങ്ങനെ നിൽക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കൂനി നിന്ന് പോകും, അല്ലെങ്കിൽ കൂനി ഇരുന്ന് പോകും, അതല്ല നമ്മൾ അറിയാതെ നമ്മളുടെ ഐ കോണ്ടാക്ട് നഷ്ടപ്പെടും. സോ അതിനെപ്പറ്റി നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവണം. എവിടെയും ആകട്ടെ നമ്മൾ പോകുന്നത്, ഡ്രസ്സിങ്ങും നമ്മളുടെ സ്മെല്ലും ഒക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാള് നമ്മളുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുക, പിന്നീടാണ് നമ്മളുടെ സംസാരത്തിലേക്ക് വരുന്നത്. സോ അവിടെ നമുക്ക് നല്ലൊരു ഇംപ്രഷൻ കൊടുക്കാൻ പോകുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെടും. ഇഫ് യു സ്മെൽ ഗുഡ് they'll definitely notice it, അല്ലേ? നമ്മൾ സ്മെല്ല് ചെയ്യുമ്പം നമ്മൾ അടുത്തൂടെ പോകുമ്പോൾ ഒരു പൊട്ട സ്മെല്ലാണെങ്കിൽ അതും അവർ നോട്ടീസ് ചെയ്യുന്ന പോലെ നമ്മളുടെ നല്ല കാര്യങ്ങളും നോട്ടീസ് ചെയ്യുന്നത്. സോ ട്രൈ ടു പ്രസന്റ് യുവർ സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് പീപ്പിൾ നോട്ടീസസ് യു ഡിഫറെന്റ്ലി. അതായത് നല്ല രീതിയിൽ നമ്മൾ അവർ നോട്ടീസ് ചെയ്യുന്നു. നമ്മൾ ഇത്രയൊക്കെ ചെയ്താലും നമുക്ക് മിസ്റ്റേക്ക് വരുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റൊരാൾ കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ല ഞാൻ പറഞ്ഞത് ശരിയാ എന്ന് നമുക്ക് സാധിച്ചെടുക്കാനുള്ള ഒരു ക്യാരക്ടർ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. കാരണം വി ഡോണ്ട് വാണ്ട് അതേഴ്സ് ടു ഫീൽ ദാറ്റ് വി ആർ റോങ്.
അതുകൊണ്ട് നമ്മൾ വളച്ചൊടിച്ച് നമ്മൾ പറഞ്ഞ കാര്യമാണ് ശരി എന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ നമുക്കറിയാം നമ്മൾ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന്. ഇത്തരം സിറ്റുവേഷൻസിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകുമ്പം ട്രൈ ടു അഡ്മിറ്റ് ഇറ്റ്. ഓ സോറി, എനിക്കത് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഓ സോറി ഫോർ വാട്ട് ഐ സെഡ്, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി അത്രയും നോളജ് ഇല്ല എന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. കാരണം നമ്മളൊരു തെറ്റ് മറച്ചു വെച്ച് അതിനെ ഷുഗർ കോട്ട് ചെയ്ത് നമ്മൾ പ്രസന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം കേൾക്കുന്നവർക്ക് മനസ്സിലാവും നമ്മളത് ഫേക്ക് ചെയ്യാന്ന്. അതെല്ലാവർക്കും മനസ്സിലാവും. എത്ര വിദ്യാഭ്യാസമുള്ള ആൾക്കാണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാണെങ്കിലും മനസ്സിലാവും ദറ്റ് യു ആർ ട്രൈങ് ടു ഫേക്ക് ഇറ്റ്. അപ്പൊ എന്തുണ്ടാവും, അവര് നമ്മളെ അത് ബേസ് ചെയ്ത് കംപ്ലീറ്റ്ലി ജഡ്ജ് ചെയ്യും. ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ വന്ന് എനിക്ക് നന്നായി ധാരണയുള്ള ഒരു കാര്യത്തിനെ പറ്റി നുണ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാവുമല്ലോ. നമ്മൾ മനുഷ്യന്മാരാ, നമുക്ക് അവരെ പറ്റിയുള്ള ഒരു ഇമേജ് കംപ്ലീറ്റ്ലി മാറും. അവരൊരു ചെറിയ കാര്യത്തിനെ പറ്റിയായിരിക്കും ഷുഗർ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവുക, അവരുടെ തെറ്റ് നമ്മൾ അറിയാതിരിക്കാൻ. പക്ഷെ യു നോ ദ ട്രൂത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരെ ജനറലൈസ് ചെയ്യും. നമ്മൾ അവര് ജനറലി ഇങ്ങനെ ഒരു നുണയനാണ് അല്ലെങ്കിൽ ജനറലി ഒരു സ്വയം പൊങ്ങിയാന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തും. സോ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ യു ഫീൽ യു മെയ്ഡ് എ മിസ്റ്റേക്ക്, കമ്മിറ്റ് ഇറ്റ്. അതായത് ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഞാൻ കമ്മിറ്റ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞത് തെറ്റാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതിനോട് കംപ്ലീറ്റ് കമ്മിറ്റ്മെന്റ് പുലർത്താൻ ശ്രമിക്കണം. കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ മിസ്റ്റേക്ക് എന്റെ ഉത്തരവാദിത്തം, ആൻഡ് ഐ എം റെഡി ടു റെക്ടിഫൈ ഇറ്റ്. മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കുന്ന ഒരാളെ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് നമ്മൾ എത്രയൊക്കെ മിസ്റ്റേക്ക് ചെയ്തു അവന്ന് പറഞ്ഞാലും ആ ഒരാളത് അപ്പോളജൈസ് ചെയ്ത് അല്ലെങ്കിൽ അത് അഡ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അത് റെസ്പെക്ട് ചെയ്യും. സോ ട്രൈ ടു ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്സ്. സംസാരത്തിലാവട്ടെ പ്രവർത്തികളിലാവട്ടെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. ജസ്റ്റിഫിക്കേഷൻസ് നമുക്ക് പലതും ഉണ്ടാവും. ജസ്റ്റിഫൈ ചെയ്യണം എന്നല്ല അതിന്റെ അർത്ഥം. ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക്. തെറ്റ് പറ്റിയാൽ അതിനെ നമ്മൾ കൂടുതൽ ന്യായീകരിച്ചു കഴിഞ്ഞാൽ തെറ്റല്ലാതെ ആവുന്നില്ല. ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്സ് ആൻഡ് ട്രൈ ടു അഷ്യൂർ ദം ദാറ്റ് യു ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് കറക്റ്റ്. ഞാൻ ഈ തെറ്റ് ഇനി ആവർത്തിക്കില്ല, ഈ പറഞ്ഞത് എനിക്ക് അറിയാത്തത് കൊണ്ടാണ്, ഇനി ഞാനത് ചെയ്യില്ല, ആൻഡ് താങ്ക് യു ഫോർ കറക്റ്റിംഗ് മീ. അപ്പൊ തന്നെ ആൾക്കാർക്ക് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് നമ്മളെ കുറച്ചുകൂടി ഇഷ്ടപ്പെടും. കാരണം നമ്മൾ ആ ജാടയൊന്നും വെക്കാതെ ക്രിറ്റിസിസം ഉള്ളിലേക്ക് എടുത്തു, മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്തു. ഇനി നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കാൻ പറ്റണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ പല രീതിയിലുള്ള തെറ്റുകൾ ഉണ്ടാക്കും, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. യു ക്യാൻ വെരി വെൽ റിമെമ്പർ വാട്ട് യു സെഡ് ടു സമ്മൺ. അല്ലെ, നമ്മൾ ഒരാളോട് പറഞ്ഞ കാര്യം നമ്മൾ മറന്നുപോയാലും അയാൾ അതിന് ഒരു വാലിഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും, ഞാനത് പറഞ്ഞിരുന്നു. സോ നമുക്ക് നമ്മൾ പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ പ്രോമിസ് ചെയ്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതായത് വാക്ക് മാറ്റുന്നത് മാക്സിമം അല്ലെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. അത് നിങ്ങളുടെ ജോലി സ്ഥലത്താവട്ടെ, പേഴ്സണൽ ലൈഫിലാവട്ടെ, എവിടെയോ ആവട്ടെ, നമ്മൾ ഒരാൾക്കൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാൻ നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മളുടെ ഒരു വാക്കിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തവരായിരിക്കും ആൾക്കാർ. അതായത് എല്ലാ വാക്കും നിറവേറ്റണം എന്നല്ല ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഞാൻ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ തരാം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് എടുക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. സോ നിങ്ങൾ വേറൊരാളോട് അയാളുടെ ഷിഫ്റ്റ് സ്വാപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ അയാൾ പറഞ്ഞു എന്റെ ഷിഫ്റ്റ് ഞാൻ നീയുമായിട്ട് ഇപ്പൊ സ്വാപ്പ് ചെയ്യാം, പക്ഷെ ഭാവിയിൽ എനിക്കൊരു ആവശ്യം വന്നാൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓക്കെ പറഞ്ഞു. നമ്മളവിടെ ചിലപ്പോൾ നമ്മളുടെ കാര്യം നടക്കാൻ വേണ്ടി അപ്പം ജസ്റ്റ് ഒരു ഓക്കെ പറഞ്ഞതായിരിക്കും. പക്ഷെ പിന്നീട് അയാൾ ഒരു ഹെൽപ്പ് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അത്രയും പറ്റാത്തയാണേ പറ്റില്ല എന്ന് പറയാം. പക്ഷെ നമ്മൾ ആ ഒരു സർക്കംസ്റ്റൻസ് അവോയ്ഡ് ചെയ്യില്ലേ, ഞാൻ എപ്പോഴാ പറഞ്ഞേ, അല്ലെ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയുമ്പം പിന്നീട് ഒരിക്കലും അയാൾക്ക് നമ്മളായിട്ട് ഒരു തരത്തിലുള്ള കോൺവെർസേഷനിലും എൻഗേജ് ചെയ്യാൻ തോന്നില്ല. കാരണം അത്രയും നമ്മൾ അവിടെ നമ്മുടെ ട്രസ്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്തു. അവർ നമ്മളിൽ വെച്ചിരുന്ന ഒരു വിശ്വാസം ബ്രേക്ക് ചെയ്തു. അവർ പലതരത്തിലുള്ള ആവശ്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും നമുക്ക് വേണ്ടി സ്വാപ്പ് ചെയ്യാൻ റെഡി ആയത്. സോ നമ്മളുടെ മൈന്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ എറേഴ്സ് വരുമ്പം നമ്മൾ അറിയാതെ തന്നെ ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടമല്ലാതെയോ. കാരണം വാക്ക് പാലിക്കാത്ത ആളാ, അല്ലെ ഒരു കാര്യം ഇപ്പൊ പറയും ഒരു കാര്യം പിന്നീട് പറയും, അങ്ങനത്തെ ആളാ, ഇത് കാര്യമില്ല എന്ന ആൾക്കാർ ജനറലി നമ്മളെ പറ്റിയുള്ള ഒരു ധാരണയിലേക്ക് എത്തും. സോ
whatever you say, try to remember it. ഇനി ഓർത്തെടുക്കാൻ പറ്റിയില്ലെങ്കിലും ആൾക്കാരെ നമ്മളോട് കോൺവെർസേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ നമ്മളിത് പറഞ്ഞിരുന്നോ ഇല്ലേന്ന്. അതിൽ നിന്ന് ഒരു നല്ല ഡിസിഷനിലെത്താൻ നമ്മൾ ശ്രമിക്കണം. ഒരിക്കലും ഒരാളെ യൂസ് ചെയ്തു നമ്മളെന്ന് അയാൾക്ക് തോന്നരുത്. മനുഷ്യർക്ക് ചെറിയൊരു കാര്യം മതി അങ്ങനെയൊക്കെ തോന്നാൻ. സോ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. ഫാമിലി ലൈഫിലൊക്കെയാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് പറ്റുന്നത്. എൻ്റെ മോനല്ലേ, അല്ലെങ്കിൽ എൻ്റെ മോളല്ലേ, അല്ലെ എൻ്റെ ഹസ്ബൻഡ് അല്ലേ എന്നെ മനസ്സിലാക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും അവരുടെ മൈൻഡിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കുക. സോ whatever you say or whatever promise you give, try to maintain it. ആ വാക്ക് പാലിക്കാൻ ശ്രമിക്കുക. ഭയങ്കരമായ ഒഴിച്ചുകൂടാനാവാത്ത സിറ്റുവേഷനുള്ള കാര്യമല്ല ഞാൻ പറയണേ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ആൾക്കാരെല്ലാം ഓർത്തു വെക്കുന്നവരാണ്. മനുഷ്യരുടെ മനസ്സ് അത്രയും അക്യൂട്ടായിട്ടുള്ള മനസ്സാണ്. ഒരു ചെറിയ കാര്യം മതി അതിനെ വേദനിപ്പിക്കാൻ. സോ അതൊക്കെ നമ്മളെ ഒരാൾക്ക് ഇഷ്ടമില്ലാതെ ആവാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇത്രയും ഞാൻ പറഞ്ഞപ്പം നിങ്ങൾക്ക് ഒരു ചിന്ത ചിലപ്പോൾ ഉണ്ടാവും, നമുക്കിപ്പോൾ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റി ജീവിക്കാൻ പറ്റുമോ? എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റി ജീവിക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഓരോ മനുഷ്യരെ കാണാൻ പറ്റുക. എനിക്കിപ്പം ഒരാളെ പറ്റിയുള്ള ഒപ്പീനിയൻ ആയിരിക്കണം എന്നില്ല എൻ്റെ സ്വന്തം സിബ്ലിങ്ങിന് ഉണ്ടാവുക. അപ്പം ഒരു രക്തത്തിലുള്ളവർക്ക് തന്നെ മറ്റൊരാളെ പറ്റി പല അഭിപ്രായം ഉണ്ടാവും. നമുക്കപ്പം അതൊന്നും നമുക്ക് എന്താ പറയാ, ഇങ്ങനെയാണ് ജനറലി ഭൂമിയിൽ ഇങ്ങനെയാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ സോഷ്യലൈസിങ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരായിട്ടുള്ള ഒരു നമ്മുടെ ക്യാരക്ടർ വൈസുള്ള ബന്ധം, അതൊക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ വളരെ ലൈക്കബിൾ ആയിട്ടുള്ള ഒരാളായി കഴിഞ്ഞാൽ ചൂഷണം ചെയ്യാനും സാധ്യതയുണ്ട് നമ്മളെ. പക്ഷെ അത് നമുക്ക് ഒബ്വിയസ്ലി മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പം. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹൗ ടു ബി ദ ബെസ്റ്റ് പേഴ്സൺ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹൗ കെൻ യു ബി എ വാല്യുബിൾ പേഴ്സൺ. അതായത് എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് നമ്മളൊരു വാല്യുബിൾ പേഴ്സൺ ആണ് എന്ന് തോന്നിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആൻഡ് എപ്പോഴും ആൾക്കാരെ പ്ലീസ് ചെയ്ത് നമുക്കൊരു പീപ്പിൾസ് പ്ലീസർ ആയിട്ട് ജീവിക്കാനും പറ്റില്ല. നമുക്ക് നമ്മളുടേതായ നിലപാടുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ എങ്ങനെ വളരെ സോഷ്യൽ ആൻഡ് ഏമിയബിൾ പേഴ്സൺ ആവാം എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പം ഒരിക്കലും അയാളുടെ കുറ്റങ്ങൾ എടുത്തു പറയാൻ നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കരുത്. അതായത് അയാൾക്ക് പല മിസ്റ്റേക്സ് ഉണ്ടാവും. അയാൾ പേഴ്സണലി ഒരു മോശം വ്യക്തിയാകാം, ക്യാരക്ടർ വൈസ് മോശമാകാം, അയാളുടെ ലൈഫ് സ്റ്റൈൽ മോശമാകാം. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പിലിരുന്ന് അയാളോട് സംസാരിക്കുമ്പം ഒരിക്കലും ടു ദ ഹാർട്ട് ആയിരിക്കരുത് നമ്മളുടെ എയിം. അയാളെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കാൻ വേണം നമ്മൾ നോക്കാൻ. അതായത് അക്യൂട്ട് സിറ്റുവേഷൻസ് അല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിൽ, ഒരു കല്യാണത്തിന് പോയി 5-6 പേര് ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ നമ്മൾ മാക്സിമം എന്താ പറയാ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അയാൾ എന്ത് രീതിയിലാണ് ലൈഫ് ലീഡ് ചെയ്യുന്നത് നമുക്കറിയില്ല. അയാൾക്ക് അയാളുടേതായ എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയെങ്കിൽ പോലും ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ മാക്സിമം നമ്മൾ എല്ലാവരും ഹാപ്പി ആക്കി വെക്കാൻ നോക്കുക. ആരെയും പോയിന്റ് ചെയ്ത് അവരുടെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും നമ്മൾ പറയാതിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു മൈനർ മിസ്റ്റേക്ക് ആകാതെ അയ്യോ നീ കുറച്ച് തടിച്ചല്ലോ, അല്ല അയ്യോ നീ എന്താ മെലിഞ്ഞേ, ഇങ്ങനത്തെ കോമെന്റ്സ് ഒക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം ആൾക്കാരെല്ലാവരും അവരുടെ ഒരു ഹാപ്പി ടൈമിന് വേണ്ടിയായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, എല്ലാവരും ഹാപ്പി ആക്കി വെക്കുക. നമ്മളെ വിഷമിപ്പിക്കാത്തിടത്തോളം കാലം നമ്മളും ആരെയും വിഷമിപ്പിക്കാതിരിക്കുക. ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് സെൻസിബിൾ ആയ ഒരു ഉത്തരം കൊടുക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ എന്നെ പറഞ്ഞു എന്നാൽ ഞാനും തിരിച്ചു പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് യു. സോ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം. അതിന് നമുക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അവസ്ഥ എന്താന്ന് മനസ്സിലാക്കണം. ഇനി എന്ത് അവസ്ഥയാണെങ്കിലും ഞാൻ എൻ്റെ വായിൽ നിന്നുള്ള ഒരു വാക്ക് കാരണം അയാളെ ഹ്യൂമിലിയേഷനിലേക്ക് ഇടില്ല എന്ന് തീരുമാനിക്കണം. സോ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുമ്പം എനിക്കാകെ ഒരു കാര്യം പറയാനുള്ളൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് മേക്കിംഗ് എവ്രിബഡി ലൈക്ക് യു. എല്ലാവരെയും കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം. rather than that എനിക്ക് ഒരു വാല്യൂ ഉണ്ട്, എനിക്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ കുറച്ച് എത്തിക്സ് ഉണ്ട്.
അത് നല്ല രീതിയിൽ പറയാതെ മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നതിനെയാണ് ബീങ് എ വെരി ഗുഡ് പേഴ്സൺ അല്ലെങ്കിൽ ബീങ് എ ലൈക്കബിൾ പേഴ്സൺ എന്ന് പറയുക. നമ്മൾ ചിലപ്പം ഒരാളോട് നേരിട്ട് സംസാരിക്കുകയായിരിക്കില്ല, മറ്റൊരാളോട് സംസാരിക്കുകയായിരിക്കും. പക്ഷെ നമ്മളുടെ സംസാരം നോട്ടീസ് ചെയ്യുന്നവർക്ക് നമ്മളെ അസസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ തന്നെ ഇടുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു ഷോക്കേസ് യുവർ വാല്യൂസ് ടു അതേഴ്സ് ആൻഡ് ഹൗ യു മേക്ക് അതേഴ്സ് ഫീൽ വാല്യൂഡ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു, ആൻഡ് ഇത് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അത്. കാരണം ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴാകട്ടെ, പുറത്തേക്ക് അബ്രോഡ് വർക്ക് ചെയ്യുമ്പം ഇപ്പോഴാകട്ടെ, ഞാൻ ആരുടെ അടുത്ത് പോയി കഴിഞ്ഞാലും ആരുമായിട്ട് ഞാനൊരു വഴക്കിന് ഞാൻ പോകില്ല. കാരണം ഒന്നാമത് ഞാൻ വഴക്ക് ഇഷ്ടപ്പെടുന്ന ആളല്ല, രണ്ടാമത് എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായി ഫോക്കസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആൾക്കാരായിട്ടുള്ള എന്താ പറയുക നെഗറ്റീവ് റിലേഷൻഷിപ്സ് അവോയ്ഡ് ചെയ്യണം. അതായത് എനിക്ക് ഹാംഫുൾ ആണെന്ന് തോന്നുന്ന റിലേഷൻഷിപ്സ് എനിക്ക് ഉണ്ടെങ്കിൽ അത് ഞാൻ ഒന്നെങ്കിൽ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വായടച്ചു വെക്കും. സോ അത് നമ്മൾ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും, ആൻഡ് ഇറ്റ് വിൽ മേക്ക് യു എ റിയലി അട്രാക്റ്റീവ് പേഴ്സൺ. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹാസ് ഹെൽപ്ഡ് യു ഓൾ. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. Till then, don't forget to like, share and subscribe to my YouTube channel, and see you in another video. Bye bye.